ചില രുചികൾക്ക് കാലത്തെ പിന്നോട്ട് നടത്താനുള്ളൊരു കഴിവുണ്ട്. കോളേജിനടുത്തുള്ള പഴയ ബേക്കറിയും ചൂടുള്ള പപ്സും സോഡാ ലൈമും. അത് വെറും ഒരു സ്നാക്കായിരുന്നില്ല, അതൊരു വികാരമായിരുന്നു. ആ പഴയ രുചി കിട്ടാൻ മസാല കൃത്യമായിരിക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവോള അരിഞ്ഞതും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പുമിട്ട് സവോള ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലയും കൂടി ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് നന്നായി വഴന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ, അത് നമ്മളെ ആ പഴയ നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നന്നായി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്കൊരു ശക്കലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് നന്നായി മയപ്പെട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി നല്ല സെറ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. സത്യത്തിൽ ഈ എഗ് പപ്സ് ഒരു ലോക സഞ്ചാരിയാണെന്ന് പറയാം. ഫ്രഞ്ചുകാരുടെ പേസ്ട്രി ഷീറ്റിനുള്ളിൽ നമ്മുടെ എഗ് മസാലയൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിദേശി മലയാളി ഫ്യൂഷൻ. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഒരു പക്ഷേ പിസ്സ ബർഗർ ഒക്കെ ആയിരിക്കും വൈബ്. പക്ഷെ നമ്മൾ 90s കിഡ്സിനോ ഇതല്ലേ താരം. ഇനി ഈ പേസ്ട്രി ഷീറ്റിലേക്ക് നമ്മുടെ മസാലയും ഒരു മുട്ടയുടെ പകുതിയും കൂടി വെച്ച് നമുക്ക് നന്നായി പൊതിഞ്ഞെടുക്കാം. ഇത് പൊതിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നന്നായി പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ അത് ഇടിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് കൈവഴിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കുറച്ച് എഗ് വാഷ് കൂടി ബ്രഷ് ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സ് കിട്ടും. ഇത് എയർ ഫ്രയറിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പപ്സിൻ്റെ ലുക്കും കിട്ടും, ഗോൾഡൻ നിറവും കിട്ടും. ഇനി ഇത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്. ഇതേ നോക്കിയേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സും സോഡാ ലൈമും. നിങ്ങൾക്കും ഇതുപോലുള്ള ഓർമ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബായ്.